നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചത് പലതരം മിസൈലുകളാണ്. ഫത്ത, ഗദർ, ഇമാദ് തുടങ്ങിയ മിസൈലുകളാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നു പേരുള്ള മിസൈൽ ആക്രമണത്തിൽ ഇറാൻ ഉപയോഗിച്ചത്. ഇമാദും ഗദറും മധ്യനിര റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഇസ്രായേലിന്റെ പ്രശസ്തമായ അയൺ ഡോം സംവിധാനത്തെ ലക്ഷ്യമിട്ടാണ് ഈ മിസൈലുകൾ വന്നത്. എന്നാൽ ഇറാന്റെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലായ ഫത്ത ഇസ്രായേലിന്റെ ആരോ ഡിഫൻസ് സംവിധാനത്തെയാണ് ലക്ഷ്യമിട്ടത്. ഫത്ത മിസൈലിന് ഏത് ശത്രു മിസൈൽ സംവിധാനത്തെയും തുളച്ചു കയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ മുമ്പേ അവകാശപ്പെട്ടിരുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയറോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്ത വികസിപ്പിച്ചത്. ഇറാന്റെ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം 1400 കിലോമീറ്റർ വരെ ഈ മിസൈലിന് റേഞ്ച് ഉണ്ട്. ശബ്ദവേഗത്തിന്റെ 15 മടങ്ങ് വേഗം കൈവരിക്കാനും ഇതിന് കഴിയുമെന്ന് കരുതുന്നു. പൊതുവെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനോ ചെറുക്കാനോ പാടാണ്. ഇതിനു പുറമെ ഫത്താഹിൽ അധികമായുള്ള രഹസ്യചലന സംവിധാനങ്ങൾ മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷിയും മിസൈലിനുണ്ടെന്ന് റവല്യൂഷണറി ഗാർഡ്സ് വെളിപ്പെടുത്തിയിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യയിൽ വലിയ ശ്രദ്ധ ഇറാൻ നൽകുന്നുണ്ട്. മേഖലയിലെ വലിയൊരു ശാക്തിക രാജ്യമാകാൻ മിസൈലുകൾ വലിയ രീതിയിൽ സഹായകമാകുമെന്ന തിരിച്ചറിവാണ് ഇതിന് കാരണം. ഇസ്രായേലിൽ എവിടെയും ആക്രമണം നടത്താൻ കഴിയുന്ന പുതിയ മിസൈൽ എന്ന വാദത്തോടെയാണ് ഖൈബർ ബസ്റ്റർ എന്ന മിസൈൽ 2022 പുറത്തിറക്കിയത്. പൂർണ്ണമായും തദ്ദേശീയമായി ആയിരുന്നു മിസൈലിന്റെ നിർമ്മാണം. മധ്യപൂർവ്വ മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യം ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് അനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടും. 780 കിലോമീറ്റർ റേഞ്ചുള്ള ഖയാം, 1760 കിലോമീറ്റർ റേഞ്ചുള്ള ഗദർ 1 എന്നിവയൊക്കെ ഇറാന്റെ ദീർഘദൂര റേഞ്ച് മിസൈലുകളാണ്. മിസൈലുകളിൽ മാത്രമല്ല, മിസൈൽ വേധ സംവിധാനങ്ങളിലും ഇറാൻ അടുത്തിടെ ശ്രദ്ധ നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ലോകപ്രസിദ്ധി നേടിയ മിസൈൽ വേധ സംവിധാനം അയൺ ഡോമിന്റെ തദ്ദേശീയ പതിപ്പ് ഇടയ്ക്ക് ഇറാൻ ഒരുക്കിയിരുന്നു. ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക് എന്ന ഗണത്തിൽ വരുന്ന മിസൈൽ വേധ സംവിധാനത്തിന്റെ പേര് സ്കൈ ഡിഫൻഡേഴ്സ് വെലായത് 1400 എന്നാണ്. ക്രൂയിസ് മിസൈലുകളെ നേരിടാനാണ് സംവിധാനം സഹായിക്കുക. നിലവിൽ മറ്റ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈൽ ഡിഫൻസ് സിസ്റ്റംസിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത്. 4 വിക്ഷേപണ കാനിസ്റ്ററുകളുള്ള സംവിധാനത്തിന് ഒറ്റത്തവണ 12 മിസൈലുകൾ വിക്ഷേപിക്കാൻ സാധിക്കും. അതിനിടെ ഒക്ടോബർ 1 വൈകിട്ട് തൊടുത്തുവിട്ട ആ 181 ഇറാനിയൻ മിസൈലുകൾക്ക് എണ്ണി തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയും സൈനിക മേധാവികളും ഒന്നടങ്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും ലക്ഷ്യമിട്ട് വൻ ആക്രമണം നടത്താനാണ് ഇസ്രായേൽ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റും ഇറാനെതിരായ നിർണായക നടപടിക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇറാന്റെ ആണവശക്തി നശിപ്പിക്കണമെന്നും അവരുടെ പ്രധാന ഊർജ്ജ സംവിധാനങ്ങൾ തകർക്കണമെന്നും ഈ ഭീകര ഭരണകൂടത്തിന് ശക്തമായ പ്രഹരമേൽപ്പിക്കണമെന്നുമായിരുന്നു ബെന്നറ്റിന്റെ വാക്കുകൾ. ഇറാന്റെ ആണവ പദ്ധതികളും അതിവേഗം പുരോഗമിക്കുകയാണ്. അതേസമയം ഇസ്രായേൽ അപ്രഖ്യാപിത ആണവായുധ ശക്തിയായി ഇറാനെ കണക്കാക്കുകയും ചെയ്യുന്നു. 2015 ആണവ കരാറിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിൻവലിഞ്ഞതിന് ശേഷം ഇറാൻ ആണവ പദ്ധതിയിൽ കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. 60% സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരേയൊരു ആണവായുധ ഇതര രാജ്യമാണ് ഇറാൻ. കൂടാതെ 3 ബോംബുകളെങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായ ആണവ ഇന്ധനം ഇറാന്റെ കൈവശമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകളായി രാജ്യാന്തര സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. ആണവായുധ വികസനത്തിന് ഇറാന് എത്രമാത്രം സാധിക്കും എന്നതിലാണ് ചർച്ചകളേറെയും. അത്രയേറെ രഹസ്യാത്മകമാണ് അവരുടെ പ്രവൃത്തികളും. ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഇറാൻ വാദിക്കുന്നുണ്ടെങ്കിലും ആണവ കേന്ദ്രങ്ങളുടെ സ്ഥാനവും സ്വഭാവവും ആശങ്കകൾ ഉയർത്തുന്നതാണ്.